റസ്മിൻ ഭായ് ഭയങ്കര നാടകീയ മുഹൂർത്തത്തിലൂടെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. എങ്ങനെയാണ് എവിക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് പുറത്തു പോകുന്നത്, ഇന്നാണ് എവിക്ഷൻ, നാളെയാണ് എവിക്ഷൻ, ഇന്ന് രാത്രി എന്തൊക്കെ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. ആ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം. ആ 2 വീഡിയോ അപ്പൊ നിങ്ങൾക്ക് കയറി കാണട്ടെ. ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു പുള്ളി തെറ്റാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാര്യത്തിലൂടെ അടക്കം. അപ്പോൾ ഇന്ന് നാടകീയ നിമിഷത്തിലൂടെയാണ് നമ്മുടെ റസ്മിൻ ഭായ് ബിഗ് ബോസ് നിന്ന് പുറത്തു പോകുന്നത്. ബോളിൽ പന്തെഴുതി പലകയിൽ വെച്ചിട്ടൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോ തന്നെ. അപ്പൊ ആ പ്രകാരം തന്നെയാണ് പോകുന്നത് എവിക്ഷൻ ആയിട്ട്. പക്ഷെ ഇതിൽ നാടകീയ മുഹൂർത്തം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റസ്മിൻ ഭായ് പോകുന്നതിന് മുമ്പ് ജിൻഡോനോട് പൊട്ടിക്കരഞ്ഞ രീതിയിൽ മാപ്പ് അപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ജിൻഡോട്ട, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ നിലവിളിച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്നാണ് എനിക്ക് ന്യൂസ് ലഭിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം സത്യമായിട്ടുള്ള ന്യൂസ് നമുക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ പ്രേമം വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഇന്ന് എവിക്ഷൻ ഇല്ലല്ലോ, നാളെയാണ് എവിക്ഷൻ ഉള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളത്തെ പ്രമോയിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് നടക്കാൻ പോകുന്നു അതിന് ഏറ്റവും ഒരു 5-6 ദിവസം മുമ്പെങ്കിലും അപ്ഡേറ്റ്സ് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. റസ്മിൻ ഭായ് എവിക്റ്റ് ആവുന്നു ഞാൻ 4 ദിവസം മുമ്പ് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേര് കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ കണ്ടവരും കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് എന്തായാലും അത്രയും നേരത്തെ തന്നെ വാർത്ത അറിയാൻ സാധിച്ചു. പിന്നീടാണ് ഒരുപാട് ചാനലുകാർ വീഡിയോ ഇട്ടത്. അപ്പൊ പടപടാ ടുപ് ടുപ്ന്ന് നേരത്തെ വീഡിയോ അല്ലെങ്കിൽ നേരത്തെ അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പൊ പിന്നെ ഒരു കാര്യം കൊണ്ട് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിൻഡോയ്ക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ റീച്ച്. ജിൻഡോ തന്നെയായിരിക്കും ബിഗ് ബോസ് സീസൺ 6 കപ്പ് തൂക്കുക എന്നൊരു കാര്യം നമുക്ക് പലവർക്കും അറിയുന്നതാണ്. വോട്ടെടുത്ത് നോക്കിയോട്ടെ, ഞാൻ കുറെ പോളിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ ജിൻഡോയ്ക്ക് തന്നെയാണ് വോട്ട് കൂടുതൽ. അതേ കണക്കിന് വേറെ ചാനൽ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ചാനലിലും ജിൻഡോയ്ക്ക് തന്നെയാണ് കൂടുതൽ വോട്ട്. ഇങ്ങനെ എല്ലാ പോളിലും ജിൻഡോ തന്നെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ജിൻഡോ തന്നെയായിരിക്കും 1ാം സ്ഥാനം കരസ്ഥമാക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. 2ാം സ്ഥാനം നമ്മുടെ ജാസ്മിൻ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് റസ്മിൻ പുറത്താവാനുള്ള മെയിൻ കാര്യം ഒന്ന്, ജാസ്മിന്റെ പുറകെ നടക്കല്ല. സ്ട്രാറ്റജിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ജാസ്മിൻ നല്ല ഫാൻസ് ഉണ്ടാകും. ജാസ്മിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്കും കുറച്ച് വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ജാസ്മിന്റെ പുറകെ നടന്നു ആഴ്ച മീൻസ് ഒരു 5-6 മാസം മൊത്തം, ഒരു മാസം മൊത്തം. പിന്നീട് നമ്മുടെ അർജുൻ സൈഡിലോട്ട് നീങ്ങി അവന്റെ കപ്പിളിൽ കയറി പിടിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടും അവിടെ നിന്നും ആടല മൂഞ്ചിയാണ് നമ്മുടെ റസ്മിൻ ഭായ് പുറത്തിറങ്ങുന്നത് എന്ന് തന്നെ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ലാസ്റ്റ് ആരെ പിടിക്കാനില്ലാണ്ടായ സിറ്റുവേഷനിലാണ് റസ്മിൻ എവിക്റ്റ് ആയി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. എന്തായാലും എല്ലാവരോടും മാപ്പും സ്നേഹത്തിലുള്ള ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് റസ്മിൻ ഭായ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് അല്ല, പടപടപടാന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം CS റോക്കേഴ്സ്. ബൈ ബൈ.